നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നാലമ്പല തീർത്ഥാടന പാക്കേജിന് 10 കോടി രൂപ അനുവദിച്ച് മുഖ്യമന്ത്രി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പാക്കേജ് പ്രഖ്യാപിച്ചത്. KCBയുടെ അശാസ്ത്രീയ അതിർത്തി നിർണയം നാരായണമംഗലം ഗ്രാമത്തിന് ദുരിതമാകുന്നു. മേഖലയിലെ ചെമ്മീൻ കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളുടെ അനാസ്ഥയിൽ ചാലക്കുടിയിലെ റോഡുകളിൽ സർവത്ര ചതിക്കുഴികൾ. കേബിൾ ഇടുന്നതിന് റോഡിൽ കുഴിച്ച കുഴികൾ മൂടാത്തതാണ് നാട്ടുകാരുടെ ജീവന് ഭീഷണിയാകുന്നത്. തൃപ്രയാർ ടെമ്പിൾ ബീച്ച് റോഡിലെ പാലം പണി നാട്ടുകാരെ വലയ്ക്കുന്നു. കാൽനടയായി സഞ്ചരിക്കാൻ താൽക്കാലിക സംവിധാനം പോലും ഒരുക്കാതെയാണ് റോഡ് പൊളിച്ചതെന്ന് ആക്ഷേപം. അന്തിക്കാട് കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. മലപ്പുറം അരീക്കോട് സ്വദേശി നബീലാണ് അറസ്റ്റിലായത്. പ്രതി പിടിയിലായത് കാമുകിയോടൊപ്പം വിദേശത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ. PM ശ്രീ പദ്ധതിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച CPI. വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് CPI മാർച്ച് നടത്തി. ചാലക്കുടിയിൽ കൃഷിഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. വാർത്തകൾ വിശദമായി. നാലമ്പല തീർത്ഥാടന പാക്കേജിന് 10 കോടി രൂപ അനുവദിച്ച മുഖ്യമന്ത്രി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നിവ ഉൾപ്പെടുത്തിയാണ് പാക്കേജ് പ്രഖ്യാപിച്ചത്. ബജറ്റിന്റെ നന്ദി പ്രമേയ ചർച്ചയിൽ തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പാക്കേജ് പ്രഖ്യാപിച്ച് പണം അനുവദിച്ചത്. KCBയുടെ അശാസ്ത്രീയ അതിർത്തി നിർണയം നാരായണമംഗലം ഗ്രാമത്തിന് ദുരിതമായി മാറുന്നു. മേഖലയിലെ ചെമ്മീൻ കർഷകരാണ് ഇതുമൂലം വലിയ പ്രതിസന്ധി നേരിടുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കിഴക്കേ അതിരായ നാരായണമംഗലം കാർഷിക മേഖലയാണ്. ജില്ലയിൽ ഏറ്റവുമധികം ചെമ്മീൻ കൃഷി നടക്കുന്ന പ്രദേശങ്ങളിലൊന്നാണിവിടം. നഗരസഭയിൽ ഉൾപ്പെട്ട നാരായണമംഗലത്തെ തെക്കേക്കുന്നുൾപ്പെടെയുള്ള വലിയൊരു ഭാഗം പ്രദേശത്തെ വൈദ്യുതി വിതരണ സംവിധാനം ഇപ്പോൾ തൊട്ടടുത്തുള്ള പുത്തഞ്ചിറ പഞ്ചായത്തിലെ സെക്ഷൻ ഓഫീസിന് കീഴിലാണുള്ളത്. വൈദ്യുതി എത്തുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ളവയുടെ ചുമതല പുത്തഞ്ചിറ സെക്ഷന് കീഴിലാണ്. പുത്തഞ്ചിറയിൽ നിന്നും നാരായണമംഗലത്തേക്ക് 11 kV ലൈൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ വൈദ്യുതി എത്തിയിട്ടില്ല. വ്യാപകമായി വനാമി ചെമ്മീൻ കൃഷി നടത്തുന്ന നാരായണമംഗലത്തെ പാടങ്ങളിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ നൽകുന്ന എയറേറ്റർ എന്ന യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിന് വൈദ്യുതി അത്യാവശ്യമാണ്. എന്നാൽ KCBയുടെ അശാസ്ത്രീയമായ അതിർത്തി നിർണയം മൂലം പ്രദേശത്ത് വൈദ്യുതി തടസ്സം പതിവാണ്. മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് മൂലം ചെമ്മീൻ കർഷകർ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വൈദ്യുതി രംഗത്ത് അവർ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ സമയബന്ധിതമായി 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട വൈദ്യുതി അത്യാവശ്യ സർവീസ് എന്നുള്ള നിലയിൽ അവർ പലപ്പോഴും അവിടുത്തെ ഈ കൺസ്യൂമേഴ്സിൻ്റെ വലിയ രീതിയിലുള്ള പരാതി ഉണ്ടാകുന്നുണ്ട്. ഈ വൈദ്യുതി ഇല്ലെങ്കിൽ ഇവർക്ക് ഈ ചെമ്മീൻ കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ കൊടുക്കുന്ന ഒരു സംവിധാനം, അവിടെ പ്രവർത്തിക്കുന്ന സംവിധാനം പൂർണ്ണമായിട്ടും നിശ്ചലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ കിട്ടാതെ ചെമ്മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോവുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി ഇത് പോകുകയും ബന്ധപ്പെട്ട എഞ്ചിനീയറെ വിളിച്ച് ഇവർ പരാതിപ്പെട്ടെങ്കിലും അവർ യാതൊരുവിധ നടപടിയും അതിലെടുത്തില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട KCB കാണിച്ച വലിയൊരു ഗുരുതരമായ അനാസ്ഥയുടെ ഭാഗമായിട്ട് ഒരു കർഷകൻ വലിയ പ്രതിസന്ധിയിലാണ്. ആ കർഷകൻ മാത്രമല്ല, ആ മേഖലയിൽ ഇത്തരത്തിലുള്ള കൃഷി നടത്തുന്ന ഒട്ടനവധി ആളുകൾക്ക് അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം വരികയാണ്. ഒരു രാത്രി മുഴുവൻ വൈദ്യുതി തകരാറിനെ തുടർന്ന് ചെമ്മീൻ കൃഷി അപ്പാടെ നശിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ്. വൈദ്യുതി വിതരണത്തെ തകിടം മറിക്കുന്ന KCBയുടെ അശാസ്ത്രീയമായ അതിർത്തി നിർണയം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തം. TCV കൊടുങ്ങല്ലൂർ. മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളുടെ അനാസ്ഥയിൽ ചാലക്കുടിയിലെ റോഡുകളിൽ സർവത്ര ചതിക്കുഴികൾ. പുതിയ കേബിൾ ഇടുന്നതിന് റോഡ് വെട്ടിപ്പൊളിച്ച് താഴ്ത്തിയ കുഴികൾ കൃത്യമായി മൂടാത്തതാണ് നാട്ടുകാരുടെ ജീവന് ഭീഷണിയാകുന്നത്. മാസങ്ങൾക്ക് മുൻപ് റോഡ് വെട്ടിപ്പൊളിച്ച ഭാഗങ്ങളെല്ലാം മഴ പെയ്തതോടെ അപകടക്കെണിയായി മാറി. ഉറപ്പിക്കാതെ കിടന്ന ഭാഗങ്ങൾ താഴ്ന്ന് ആഴമുള്ള ഗർത്തങ്ങളായിരിക്കുകയാണ്. ഇരുചക്രവാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കുമാണ് ചതിക്കുഴി വെല്ലുവിളിയാകുന്നത്. കൂടപ്പുഴ അനുഗ്രഹ സദൻ റോഡിൽ നിന്നും അതിരപ്പിള്ളി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട ഗർത്തത്തിന് അനുദിനം ആഴമേറുന്നു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമെന്ന് ഉറപ്പായതോടെ പരിസരവാസികൾ ഇതിൽ പച്ചിലകൾ നിറച്ച് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റിടങ്ങളിലും അപകടക്കുഴികളുടെ എണ്ണം കൂടി വരുന്നു. പുതുതായി ടാറിംഗ് കഴിഞ്ഞ റോഡുകളും ഇവർ വെട്ടിപ്പൊളിക്കുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പും നഗരസഭയും ഇതൊന്നും അറിഞ്ഞ മട്ടില്ല.
TCV ന്യൂസ്, ചാലക്കുടി. വലപ്പാട് പഞ്ചായത്ത് 2-ാം വാർഡിൽ തൃപ്രയാർ ടെമ്പിൾ ബീച്ച് റോഡിലെ പാലം പണി നാട്ടുകാരെ വലയ്ക്കുന്നു. ആളുകൾക്ക് കാൽനടയായി സഞ്ചരിക്കാൻ താൽക്കാലിക സംവിധാനം പോലും ഒരുക്കാതെയാണ് ഇവിടെ റോഡ് പൊളിച്ചത്. ദിവസവും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ തൃപ്രയാർ സെന്ററിലേക്കും നാട്ടിക ഫിഷറീസ് സ്കൂളിലേക്കും പോകുന്നിടത്താണ് പാലം പണിക്കായി റോഡ് പൊളിച്ചിട്ടിരിക്കുന്നത്. 2025 ഏപ്രിലിൽ ടെൻഡർ കഴിഞ്ഞെങ്കിലും 16 മാസം കഴിഞ്ഞാണ് പണികൾ ആരംഭിച്ചത്. എന്നാൽ പണി ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരു പുരോഗതിയും ഉണ്ടായില്ലെന്ന് സമീപവാസിയായ പാടത്തിൽ സുരേഷ് ബാബു പറഞ്ഞു. പാലം പൊളിച്ചിട്ട് ഏകദേശം 3 മാസത്തോളമായി. 3 മാസം മുന്നേ പൊളിച്ച് ഇട്ടിട്ട് അവർ യാതൊരു അടിയൊന്നും ബേസ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തു എന്നല്ലാതെ മറ്റു പണികളൊന്നും ചെയ്തില്ല. കമ്പി ഇടുകയും ചെയ്തു. ഇപ്പോൾ ഇന്ന് വന്നിട്ട് അവരിത് കമ്പി ഇനി എന്തായാലും പണി നടക്കില്ല, കമ്പി അഴിച്ചു കൊണ്ടുപോകാൻ പോകണം, അവരെ പണി സാമഗ്രികൾ കൊണ്ടുപോകാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇത് തടുത്തു. ഈ ഒന്നുകിൽ ജനങ്ങൾക്ക് നടക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക, അതൊന്നും ഇവർ ചെയ്യുന്നില്ല. വെറുതെ ഇങ്ങനെ തുറന്നിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 മാസത്തോളമായുള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പോകാനും പറ്റുന്നില്ല. വണ്ടികളൊക്കെ വന്ന് തിരിച്ചു പോവുക. അത്യാവശ്യക്കാർ റോഡിന് ഇരുവശവുമുള്ള വീട്ടുകാരുടെ പറമ്പുകളിലൂടെയും മതിലുകൾക്കിടയിലൂടെയുമാണ് സഞ്ചാരം. മഴ കനത്തതോടെ കരാറുകാരൻ പണി നിർത്തി നിർമ്മാണ സാമഗ്രികൾ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചതായും പറയുന്നു. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. TCV ന്യൂസ്, തൃപ്രയാർ. അന്തിക്കാട് കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരനായ നബീലിനെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീൻ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത്. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ $US തരാമെന്ന് വിശ്വസിപ്പിച്ച് പാലക്കാട് നിന്ന് 4 പേരെ വിളിച്ചുവരുത്തി അവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ചില്ല് തല്ലിപ്പൊളിച്ച് കാറിലുള്ളവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചാണ് പണവും മൊബൈൽ ഫോണും കവർന്നത്. മലപ്പുറം അരീക്കോട് സ്വദേശിയാണ് ചത്തക്കുണ്ടങ്ങൽ വീട്ടിൽ നബീൽ. കവർച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിലെ ആഡംബര വില്ലയിൽ കാമുകിയുമൊത്ത് കഴിയുകയായിരുന്നു നബീൽ. ബുധനാഴ്ച കാമുകിയുമൊത്ത് ദുബായിലേക്ക് കടക്കാനിരിക്കെയായിരുന്നു പ്രതി പിടിയിലായത്. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടിയിൽ CPI പ്രവർത്തകർ നടത്തിയ കൃഷിഭവനിലേക്കുള്ള മാർച്ചിൽ സംഘർഷം. പോലീസ് അടച്ചിട്ട് കൃഷിഭവന്റെ ഓഫീസ് തള്ളി തുറക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതാണ് ഉന്തും തള്ളിലും കലാശിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPI സംസ്ഥാന കമ്മിറ്റി അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി CV ജോഫി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൌൺസിൽ അംഗങ്ങളായ MV ഗംഗാധരൻ, ഉഷ പരമേശ്വരൻ, AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV വിവേക്, ചാലക്കുടി ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്നും UDF സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ET ടൈസൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് അധ്യക്ഷനായി. നേതാക്കളായ അഡ്വക്കേറ്റ് AD സുദർശനൻ, VA കൊച്ചുമൊയ്തീൻ, KC ശിവരാമൻ, സാറാബി ഉമ്മർ, MD സുരേഷ്, KA അഖിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഗവൺമെന്റിനെ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്ത്. ജനകീയ പ്രതിരോധങ്ങളിലൂടെ കേരളം ഇതുവരെ അകറ്റി നിർത്തിയ സംഘപരിവാർ രാഷ്ട്രീയത്തിന് പിൻവാതിലിലൂടെ പിടിമുറുക്കാൻ PM ശ്രീ പദ്ധതി അവസരമൊരുക്കുമെന്ന് മുൻ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിലേക്ക് CPI നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യങ്ങൾ പലതും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നും VR സുനിൽകുമാർ പറഞ്ഞു.
സിപിഐ ജില്ലാ കൌൺസിൽ അംഗം പി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PB ഖയീസ്, AIYF ജില്ലാ വൈസ് പ്രസിഡന്റ് TR ജിതിൻ, കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സുമശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. RSSന് ഒരു മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്തുകൊണ്ട് കേരളത്തിലെ എമ്പാടും വർഗീയ ഫാസിസത്തിന്, സവർണ ഫാസിസത്തിന് വഴിയൊരുക്കുന്നതിനുള്ള നടപടികളാണ്. നിലപാടുകളുടെ രാജകുമാരനാണെന്ന് താനിന്ന് വീമ്പ് പറയുന്ന മുഖ്യമന്ത്രി യാതൊരു നിലപാടുമില്ലാത്ത പൊള്ളത്തരങ്ങളുടെ രാജകുമാരനാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ പ്രതിഷേധിച്ച് CPI തൃശൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി T ഗോപിദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA P ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി PK രാജേശ്വരൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഗീതാ രാജൻ, AITUC മണ്ഡലം സെക്രട്ടറി AM സതീന്ദ്രൻ, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി PT പ്രവീൺ പ്രസാദ്, AIYF മണ്ഡലം സെക്രട്ടറി ബിനീഷ് ചില്ലിക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ UDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ ട്രഷറർ നൂറുൽ ഹുദ യോഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് ജീജ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി രജനി ബാബു, ലോക്കൽ കമ്മിറ്റി അംഗം വി ശ്രീകുമാർ, ചിഞ്ചു സുധീർ, ഇജുല നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പിള്ളിയിൽ KSRTC ബസിന് നേരെ കാട്ടാന ആക്രമണം. ആളപായമില്ല. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. മലയ്ക്കപ്പാറയിൽ നിന്നും വന്ന ചാലക്കുടി ഡിപ്പോയിലെ ബസിന് നേരെയായിരുന്നു ആക്രമണം. വാഴച്ചാലിനും അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിനും ഇടയിൽ റോഡിൽ നിന്ന് 2 ആനകളിൽ ഒന്നാണ് ബസിന് നേരെ പാഞ്ഞെടുത്തത്. ബസിന്റെ ഇടതുഭാഗത്ത് തുമ്പിക്കൈ കൊണ്ട് തട്ടി. ഇതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി. ഡ്രൈവർ നിർത്താതെ ഹോൺ മുഴക്കിയപ്പോൾ ആന തിരിച്ച് കാട് കയറി. ദേശീയപാത നെടുമ്പാശ്ശേരി ഫാർമസി കവലയിലുണ്ടായ വാഹനാപകടത്തിൽ കരുവന്നൂർ സ്വദേശികളായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുറത്താട് പുരയാറ്റുപറമ്പിൽ ഗോകുൽ, ആറാട്ടുപുഴ പുത്തരിപ്പള്ളം അശ്വിൻ എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറിയായിരുന്നു അപകടം. ചുണ്ടക്കുളത്ത് റോഡരികിൽ അപകടകരമായ രീതിയിൽ വെച്ചത് ചോദ്യം ചെയ്ത ആളുകൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 3 പേരെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മനയ്ക്കൽക്കടവ് സ്വദേശികളായ മരുത് വീട്ടിൽ വിഷ്ണു, പെന്മാട്ട് വീട്ടിൽ ശ്രീകുട്ടൻ, മാളോത്ത് വീട്ടിൽ അക്ഷയ് എന്നിവരാണ് പാവർട്ടി സബ് ഇൻസ്പെക്ടർ മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വെങ്കിടങ്ങ് കണ്ണൂത്ത് സ്വദേശിയായ ബഷീർ, സുഹൃത്തായ ഹംസമോൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്നയാളെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരിഞ്ഞി ചിട്ടിയാർ സ്വദേശി തുപ്പിയിൽ വീട്ടിൽ ഷിഹാബാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 142 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഞാറ്റുപാട്ടിന്റെ ഈണത്തിൽ ഞാറ് നട്ട് അളഗപ്പ നഗർ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ. പാഠമൊന്ന് പാടത്തേക്ക് എന്ന ആശയവുമായി അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബ്ബിലെ കുട്ടികളാണ് കാവല്ലൂർ പച്ചളിപ്പുറം വട്ടാണത്ര പാടശേഖരത്തിൽ ഞാറ് നടാൻ ഇറങ്ങിയത്. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഞാറ്റുത്സവം ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ കൃഷി ഓഫീസർ EN രവീന്ദ്രൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർമാരായ ലിറ്റി മെജോ, KK ഹരിദാസ്, സിനി ബിജു, സോജിയ പിൻഡോ, പ്രധാനാധ്യാപിക സിനി M കുര്യാക്കോസ്, PTA പ്രസിഡന്റ് സോജൻ ജോസഫ്, പാരിജാതം ഹരിതസേന ഭാരവാഹികളായ AR സംഗീത, ബിനി ജേസൺ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരായ 1 ബില്യൺ തൂഫാൻ ഗോൾ കാൽഡിയൻ സിറിയൻ LP സ്കൂളിൽ നടത്തി. വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് നടത്തിയ റാലി ഏറെ ശ്രദ്ധയാകർഷിച്ചു. കുറുമ
അങ്കമാലി മറ്റത്തൂർ ആറ്റപ്പിള്ളിയിലുള്ള കുളിക്കടവിൽ മുങ്ങിമരണങ്ങളും ഒഴുക്കിൽപ്പെടുന്നതും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 4 പേരാണ് ഇവിടെ പുഴയിൽ മുങ്ങി മരിച്ചത്. കുളിക്കുന്നതിനിടെ കാൽവഴുതി ഒഴുക്കിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ടവരുടെ എണ്ണവും നിരവധിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കടവിൽ കുളിക്കുന്നതിനിടെ അമ്മയും മകളും ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്നെങ്കിലും സമീപത്ത് ചൂണ്ടയിട്ടിരുന്നവർ ഇവരെ രക്ഷപ്പെടുത്തി. മറ്റത്തൂർ കാവനാട് ശുദ്ധജല പദ്ധതിയുടെ ആറ്റപ്പള്ളിയിലുള്ള പമ്പ് ഹൌസിന് സമീപത്താണ് ആറ്റപ്പള്ളി പാറക്കടവുള്ളത്. കടവിൽ നിന്ന് 50 മീറ്ററോളം മാത്രം താഴെയാണ് ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അതിനാൽ തന്നെ കടവിനോട് ചേർന്നുള്ള ഭാഗത്ത് ആഴവും ശക്തമായ ഒഴുക്കും കൂടുതലാണ്. കടവിൽ പുഴയിലേക്ക് ഇറങ്ങാനായി 12ഓളം പടവുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കൈവരികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല. കടവും പരിസരവും ശാന്തമായ സ്ഥലമായതിനാൽ ധാരാളം പേർ ഇവിടെ വന്നിരിക്കാറുണ്ട്. കടവിലെ പടവുകളിൽ ഇറങ്ങുന്നവർക്ക് ചെറിയ അശ്രദ്ധയുണ്ടായാൽ പോലും കാൽവഴുതി പുഴയിലെ ആഴമുള്ള ഭാഗത്തേക്ക് വീഴും. അടുത്ത കാലത്ത് ഇവിടെ നടന്ന മരണങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അപകട മരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആറ്റപ്പള്ളിക്കടവിലെ പടവുകളുടെ വശങ്ങളിൽ സുരക്ഷാവേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അപകടങ്ങൾ പതിവായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയില്ലാതെ വന്നപ്പോൾ സമീപത്തെ പമ്പ് ഹൌസ് ജീവനക്കാർ ചേർന്ന് 2 വർഷം മുമ്പ് ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. TCV ന്യൂസ്, കൊടകര. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. ചെമ്പൂച്ചിറ തപോവനം ശ്രീവ്യാസ ആശ്രമത്തിൽ ദേവസ്ഥാനം പ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു. സ്വാമി ദേവചൈതാനന്ദ സരസ്വതി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസ്സി ജോസ് ഉദ്ഘാടനം ചെയ്തു. ആശ്രമം ആചാര്യൻ സ്വാമി ദേവചൈതാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എ രാധാകൃഷ്ണൻ, ആർ ബാലകൃഷ്ണൻ, KR ദിനേശൻ, TC സേതുമാധവൻ, മോഹനൻ വടക്കേടത്ത്, ഹരി പള്ളത്തേരി തുടങ്ങിയവർ സംസാരിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിൽ ഓണത്തിന് ഒരു കൂടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കുട്ടി, വാർഡംഗങ്ങളായ AB ബാലഗോപാലൻ, ധന്യ മധു, കൃഷി ഓഫീസർ KB ശ്രീലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി കുണ്ടുവക്കടവ് റോഡിൽ സൈക്കിളിൽ പോകുകയായിരുന്ന വിദ്യാർത്ഥിനിക്ക് സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റു. മരുതയൂർ സ്വദേശി രായ്മരക്കാർ വീട്ടിൽ മുസ്തഫയുടെ മകൾ മറിയം മുസ്തഫയ്ക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ് പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ പാവർട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് കാരണമായ സ്കൂട്ടർ നിർത്താതെ പോയതായി പറയുന്നു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വട്ടേക്കാട് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കടപ്പുറം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന യോഗം ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് KH ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മുനീർ അമ്പലത്ത് അധ്യക്ഷത വഹിച്ചു. പുലിക്കണ്ണി ധാരു തഖ്വ ഇസ്ലാമിക് അക്കാദമിയിൽ ശൈഖുന ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരുടെ 7ാമത് ആണ്ട് നേർച്ചയും മജ്ലിസ് സുന്നൂർ വാർഷികവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് മൊയ്തീൻ ഹാജി എടത്തറത്തിൽ പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. വാർഷികാഘോഷങ്ങൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ഭാരവാഹികളായ ഹുസൈൻ ഹാജി അരിപ്പുറം, EM ഉമ്മർ, കുഞ്ഞുമൊയ്തീൻ ഹാജി, ഇർഷാദ് വാഫി ആനക്കയം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാരുണ്യ ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻ മേഖലാ നേതൃയോഗം മായന്നൂരിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് K സുദേവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സന്ദീപ് കൈനൂർ, ഭാരവാഹികളായ കണ്ണൻ ഊട്ടുപാറ, രാജേഷ് മൂകാംബിക, മനോജ് കഞ്ചിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ ആശുപത്രി വളപ്പിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. മേത്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുമാണ് 5 അടിയോളം നീളമുള്ള പാമ്പിനെ കണ്ടെത്തിയത്. ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് സർപ്പ വളണ്ടിയർ കണ്ണൻ അഷ്ടപതി എത്തി പാമ്പിനെ പിടികൂടി. ആശുപത്രി പരിസരത്ത് പാമ്പ് ശല്യം പതിവാണെന്ന് ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും പറയുന്നു.
തിരുവില്ലാമല കൃഷിഭവൻ സംഘടിപ്പിച്ച കർഷക സദസ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ വിവേക്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി രജിത തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നാലമ്പല തീർത്ഥാടന പാക്കേജിന് 10 കോടി രൂപ അനുവദിച്ച മുഖ്യമന്ത്രി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നിവ ഉൾപ്പെടുത്തിയാണ് പാക്കേജ് പ്രഖ്യാപിച്ചത്. KCBയുടെ അശാസ്ത്രീയ അതിർത്തി നിർണയം നാരായണമംഗലം ഗ്രാമത്തിന് ദുരിതമാകുന്നു. മേഖലയിലെ ചെമ്മീൻ കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളുടെ അനാസ്ഥയിൽ ചാലക്കുടിയിലെ റോഡുകളിൽ സർവത്ര ചതിക്കുഴികൾ. കേബിൾ ഇടുന്നതിന് റോഡിൽ കുഴിച്ച കുഴികൾ മൂടാത്തതാണ് നാട്ടുകാരുടെ ജീവന് ഭീഷണിയാകുന്നത്. തൃപ്രയാർ ടെമ്പിൾ ബീച്ച് റോഡിലെ പാലം പണി നാട്ടുകാരെ വലയ്ക്കുന്നു. കാൽനടയായി സഞ്ചരിക്കാൻ താൽക്കാലിക സംവിധാനം പോലും ഒരുക്കാതെയാണ് റോഡ് പൊളിച്ചതെന്ന് ആക്ഷേപം. അന്തിക്കാട് കാർ തടഞ്ഞു നിർത്തി 16.4 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. മലപ്പുറം അരീക്കോട് സ്വദേശി നബീലാണ് അറസ്റ്റിലായത്. പ്രതി പിടിയിലായത് കാമുകിയോടൊപ്പം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ. PM ശ്രീ പദ്ധതിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച CPI. വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് CPI മാർച്ച് നടത്തി. ചാലക്കുടിയിൽ കൃഷിഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.